പച്ചപ്പത്തി 10 വില 10 വില 10 വില ഇത് ഇത് 12. 10 വില 10 വില 10 വില 12. 12 അല്ല 10 വില അല്ലേ 10 വിലയെന്ന്. 10 വില എങ്കിൽ 10 വില. നിനക്ക് 10, എനിക്ക് 12. അതുകൊണ്ട് തന്നെ എനിക്ക് 12 എന്ന് പറയാൻ പറ്റില്ലേ? ചേട്ടൻ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും മീൻ മേടിക്കാൻ വന്നാൽ ഞാൻ 12 എണ്ണം എടുത്ത് കൊടുക്കണ്ടേ? ആണോ? നീ 12 എണ്ണം ഒന്നും എടുത്തു കൊടുക്കണ്ട എന്ന് കണ്ട എനിക്ക് 12 എന്ന് പറയാൻ പറ്റില്ലേ? എന്റെ പൊന്നു ചേട്ടൻ, ഞാൻ മീനെന്ന് വിളിക്കുമ്പോൾ തന്നെ ചേട്ടന് 12 എന്ന് വിളിക്കേണ്ട കാര്യം എന്താ? ഞാൻ മീനെന്ന് വിളിക്കുമ്പോൾ തന്നെ ചേട്ടന് 12 എന്ന് പറയണോ? ശരി, എന്നൊരു കാര്യം ചെയ്യ്. നീ മീനെന്ന് വിളിക്കുമ്പോൾ ഞാൻ 12 എന്ന് പറയുന്നില്ല. തീർന്നില്ല വിഷയം. 10 വില 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 10 വില. ഇയാളെ തന്നെ കളിയാക്കുവാണോ? എടാ നീ പോയില്ലേ? ചേട്ടൻ എന്നെ കളിയാക്കുവാണോ? എന്താടാ കാര്യം? എന്താടാ? ഞാൻ ഈ പാലത്തേരുത് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ ചേട്ടന് 12 എന്ന് വിളിക്കണോ? പാലത്തേരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ 12 എന്ന് വിളിക്കണോന്ന്? നിനക്ക് ഇപ്പൊ പാലത്തെ തന്നെ ഇരുന്ന് കച്ചവടം ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം എന്താ? പാലത്തിന് താഴെ ഇരുന്നാണേലും കച്ചവടം ചെയ്യാം. എന്റെ കച്ചവടക്കാരൊക്കെ ഇവിടെ വരുന്നത്. ആണ്. നിന്റെ കച്ചവടക്കാരൊന്നും ഇങ്ങോട്ട് വരണ്ട. നീ അങ്ങോട്ട് ഇറങ്ങി. അവൻ്റെ ഒരു കച്ചവടം. വെള്ളത്തിൽ കിടന്ന സാധനം എടുത്തുകൊണ്ട് വന്നു വെള്ളത്തിന്റെ മേലുള്ള പാലത്തെ വെച്ച് കച്ചവടം ചെയ്താലേ അവന് ശരിയാകത്തുള്ളൂ. സ്കൂൾ സൈക്കിൾ പോയപ്പോ ബൈക്ക്. ചേട്ടാ, ഈ തോമസ് ചേട്ടന്റെ വീട് എവിടെ എന്നറിയോ? തോമസ് ചേട്ടന്റെ വീട്? തോമസ് ചേട്ടന്റെ വീട് എന്താ കാര്യം? എന്താ അത് ഞാൻ തോമസ് ചേട്ടനോട് പറഞ്ഞോളാം. ആണോ? എന്നൊരു കാര്യം ചെയ്യ്. നീ ആദ്യം പോയി തോമസ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞിട്ട് വാ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ വീട് കാണിച്ചു തന്നാലേ എനിക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ. ചേട്ടാ, നീ ആദ്യം കാര്യം എന്താന്ന് പറ, എന്നിട്ട് പറയാം തോമസ് ചേട്ടൻ്റെ വീട്. കാര്യം പറയാം. അതായത് ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്നും വരികയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്നും വരികയാണ്. നെറ്റ്വർക്ക്? അതെ. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോ വലവീശൽ. അപ്പൊ ശരി, വലവീശാൻ വേണ്ടി ഇറങ്ങിയാണോ നീ? എടാ, വല വീശുന്നതിങ്ങനെ ബൈക്കിനകത്ത് ഇൻ ചെയ്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സാധാരണ കയ്യിലും കൊണ്ടൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങോട്ട് പോയാൽ മതി. എന്റെ പൊന്ന് ചേട്ടാ, മീൻ വല വീശുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ചേട്ടൻ ഒരാളെ ചേർക്കുന്നു. ഞാൻ ചേർക്കണം? ചേട്ടന്റെ ലെഫ്റ്റിലും റൈറ്റിലും 2 പേരെ ചേർക്കണം. ലെഫ്റ്റിലും റൈറ്റിലും? അയ്യോ, എന്റെ ലെഫ്റ്റും റൈറ്റും ആരും ഇല്ലല്ലോ. ആകെപ്പാടുള്ള എന്റെ ഫ്രണ്ടിൽ നീയാ. നിന്നെ ചേർത്താ മതിയോ? എന്റെ പൊന്നു ചേട്ടാ, പറയുന്നത് കേക്ക്. എന്നെ അല്ല, മറ്റു 2 പേരെ കണ്ടെത്തണം. കണ്ടെത്തിച്ചാണോ? ഏത് കണ്ടെത്തി? കണ്ടെത്തിലല്ല, മറ്റു 2 പേരെ കണ്ടുപിടിച്ച് ചേർക്കണം. അങ്ങനെ. അപ്പൊ ചേട്ടൻ ഈ 2 പേരുടെ മുകളിലാകും. ഈ 2 പേരുടെ മുകളിൽ ചേട്ടൻ. ഈ 2 പേരുടെ മുകളിൽ ഞാനാകും. എന്നിട്ട് അതിനുശേഷം ഇവർ 2 പേരെ വീണ്ടും ഇവരുടെ അടിയിൽ ചേർക്കുമ്പോൾ ചേട്ടൻ 6 പേരുടെ മുകളിലാകും. ഞാൻ 6 പേരുടെ മുകളിലാകും. വീണ്ടും ഈ 6 പേര് അവരുടെ താഴെ 2 പേരെ ചേർത്ത് കഴിയുമ്പോൾ ചേട്ടൻ 14 പേരുടെ മുകളിലാകും. 14 പേരുടെ മുകളിലാകും. എന്നിട്ട് വീണ്ടും ചേട്ടൻ ഇയാളെ കേട്ടൊന്നും വേണ്ട. എടാ, ഈ 14 പേരുടെ മേളിൽ ഇരിക്കുന്ന ഞാൻ ബാലൻസിന്റെ താഴെങ്ങണം വീണ എന്റെ കൈയും കാലും ഓടിക്കാൻ നീ എന്നെ കൊണ്ടുപോകും ആശുപത്രി. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ചേട്ടൻ ആ തോമസ് ചേട്ടന്റെ വീട് എന്ന് പറഞ്ഞു തരാൻ പറ്റും? തോമസ് ചേട്ടന്റെ വീട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ ആരും കൂടി ചോദിച്ചാൽ മതി. അവിടെ ചോദിച്ചാൽ മതി? മതി. ഓക്കെ. അവൻ ചോദിച്ചു തോമസ് ചേട്ടനും. താങ്ക് യു. ശരി. താങ്ക്സ് എന്നല്ലേ പറഞ്ഞു? അതെ. ശരി. ചേട്ടനെ കളിയാക്കുവാണോ? ചേട്ടനെ കളിയാക്കുവാണോന്ന്? അല്ല, ചേട്ടൻ എന്നെ കളിയാക്കിയ പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. നിന്നെ കളിയാക്കൊന്നും അല്ല. പിന്നെ എനിക്കിപ്പോ പാലത്തിന് 12 എന്ന് പറയാൻ മേലെ? പറയാം. പിന്നെ അവനെയൊക്കെ ഞാൻ അങ്ങ് കളിയാക്കി പോലെ അവനങ്ങ് ഫീൽ ചെയ്യുക. 12. ചേട്ടൻ കളിയാക്കാനാണോ ഉദ്ദേശിച്ചത്? ചേട്ടൻ കളിയാക്കാനാണോ ഉദ്ദേശിച്ചതെന്ന്? എടാ, നിന്നെ കളിയാക്കൊന്നും അല്ല ഞാൻ. പിന്നെ നീ ഒന്ന് 12 എന്ന് പറഞ്ഞ? 12 എനിക്ക് ഫീൽ ചെയ്തില്ല കളിയാക്കൊന്നും പോലെ. അപ്പൊ നിനക്ക് മാത്രം ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്ന് പോയാവെന്ന് ചുമ്മാ. എടാ, നമ്മുടെ നാട്ടില് നമ്മുടെ സ്ഥലത്ത് പാലത്തിൽ നിന്ന് 12 എന്ന് മേലെ വെള്ളോടത്തും കിടക്കുന്നവരൊക്കെ എൻ്റെ അടുത്തോട്ട് അടയ്ക്കുള്ളൂ 12 എന്ന് പറയുമ്പോൾ. സ്കൂൾ ഒരു സ്റ്റാൻഡേർഡും ബൈക്കും. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ പൈസ എടുത്ത് അവന് കൊടുത്തിട്ട് നീ അതും മേടിച്ചിട്ട് നീ അപ്പുറത്തോട്ട് പോക്കൂ കേട്ടോ. ഇവൻ ഏത് മറ്റേ കാര്യം? ശരി.
വെക്കല്ലേ 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 വെക്കല്ലേ. എടാ ഒരു 10 രൂപയ്ക്ക് ഒന്ന് ചാർജ് ചെയ്തേര്. ഓക്കെ പിന്നെ ബാക്കിയുള്ളവരോട് പൈൻ്റ് അടിച്ചിട്ട് ചാർജ് ആവുന്നില്ല. പിന്നെ അവന് 10 രൂപ ചാർജ്. ഒന്ന് പാടാ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പോടാ. ഗുരുവായൂരപ്പാ. ചേടാ ഗുരുവായൂരപ്പന് ഫോൺ എടുത്തോ? എന്നതാടും എക്സ്ക്യൂസ് മീ, ആ ഗുരുവായൂരപ്പൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? ഡോ ഗുരുവായൂരപ്പൻ്റെ നമ്പരോ? ഞാൻ ഫോൺ ചെയ്യുന്ന കാണാൻ മേലെ കേട്ടോ. അല്ല, ഗുരുവായൂരപ്പൻ ഫോൺ നമ്പർ എടുത്തത്. ഡോൺ ഡിസ്റ്റർബ്. അല്ലല്ല, അത് നമ്മൾ വിളിച്ചു. സത്യം. ഓക്കെ ഓക്കെ ഓക്കേടാ. ഓക്കേടാ. ആ ശരി ശരി, കാണാവേ. കാണാം കാണാം. ആ ആ ആ ശരി. അപ്പൊ 12. എന്തുവാണ് അയ്യാ, ഫോൺ ചെയ്യുന്ന കാണാൻ മേലെ? അതിന്റെ കീഴെ വന്ന് 12 എന്ന് പറയേണ്ട കാര്യം എന്നാ? അത് ശരി. എങ്ങാണ്ട് കിടന്ന നീ എൻ്റെ കീഴെ വന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിന്റെ കീഴെ കയറിയുന്നു. അതിനാ എടോ താൻ എന്റെ കീഴെ വന്നിട്ടല്ലേ 12 എന്ന് പറഞ്ഞ? അപ്പൊ താൻ എന്നെ കളിയാക്കുമല്ലായിരുന്നോ? ചേടാ നിന്നെ കളിയാക്കിയൊന്നും അല്ല. പിന്നെ? എനിക്കിപ്പോ പഴത്തിൽ നിന്ന് 12 എന്ന് പറയാൻ മേലെ. ഈ എന്റെ കീഴെ വന്നെന്തിനാ 12 എന്ന് പറഞ്ഞേ? ആ നീയല്ലേടാ എൻ്റെ കീഴ് വന്ന്. നീ അത്ര നമ്പറൊന്നും പറയണ്ട കേട്ടോ. നീ ഒന്ന് 12 എന്ന് പറഞ്ഞു. 12 കണ്ടോ, ഞാനും പറഞ്ഞു നീയും പറഞ്ഞു. സെയിം ദേഹത്തോട്ട് കളിക്കില്ല കേട്ടോ. കൾച്ചർ ഇല്ലാത്തവൻ. കൾച്ചർ ഇല്ലാത്തവൻ. ആ കൾച്ചറില്ല, ഞാൻ അണ്ടർ ഇട്ടിട്ടുണ്ടല്ലോ അതുപോലെ. അത് തന്നെയാ പറഞ്ഞ തനിക്ക് കൾച്ചർ ഇല്ലെന്ന്. കൾച്ചർ ഇല്ലെന്ന്. ആ കൾച്ചർ ഇല്ലാത്തോണ്ട് ആൻഡ്രോയിഡ് ഇട്ടത്. അതുകൊണ്ടാ പറഞ്ഞത് കൾച്ചർ ഇല്ലാതെ അണ്ടർ ഇട്ട് നടക്കുന്നവരെന്ന് പറഞ്ഞത്. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പിന്നെ നീ എന്നെ ഇട്ടിരിക്കുന്ന. അയ്യോ ഇത് അണ്ടർ അല്ലേ, ഇത് ബെർമുഡയല്ലേ? എന്നാ മൂട? ബെർമുഡ. ആ ബെർമുഡ. അത് ശരി. അപ്പൊ പിന്നെ ഈ മുണ്ടിന്റെ അടിയിൽ കൂടി കാണിച്ചാൽ അണ്ടറും, മുണ്ടില്ലാതെ കാണിച്ചാൽ ബെർമുഡയും. ഇതാണോ ഇപ്പോഴത്തെ സ്റ്റൈൽ? എന്റെ പൊന്നു ചേട്ടാ, ഇതല്ലേ സ്റ്റൈൽ? ഇതല്ലേ സ്റ്റൈൽ? ഇതാണ് ഫ്രീക്ക് സ്റ്റൈൽ. എന്നാ ഫ്രീക്ക് സ്റ്റൈൽ? ഫ്രീക്ക് സ്റ്റൈൽ എന്നല്ലേ ഇത്? ഫ്രീക്ക് സ്റ്റൈൽ ആണെങ്കിൽ ഇത് വെറും സ്ട്രീറ്റ് സ്റ്റൈലാണ് റാസ്കൽ. അവന്റെ ഒരു ഫ്രീക്ക്. തല്ലിയല്ലേ? ആ തല്ലിയെന്താ? തല്ലോടും. ആ തല്ലി. അപ്പൊ ഇതോട് കൂട്ടി 13. എവറി ഡോഗ് ഹാസ് എ ഡേ. എല്ലാ പട്ടിക്കും ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാരും കേട്ടിട്ടില്ലേ, വീടായാലൊരു ഡോഗ് വേണം, ഡോഗിനെ നോക്കാൻ ഹസ്സും വേണം. അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും എല്ലാ വീട്ടിലും ഒരു ഡോഗ് വേണം കേട്ടോ. എനിക്കുണ്ട് ഒരു ക്യൂട്ട് നോട്ടി ഡോഗ്. ഹിസ് നെയിം ഈസ് ജോർജ് കുട്ടി. ഓ, അവന്റെ കാര്യം പറഞ്ഞ എനിക്ക് വയ്യ. നമുക്ക് വഴി നടക്കണ്ടേ? ചുമ്മാ ഒരു പട്ടി പൂട്ടിടണമെന്ന് നിങ്ങൾ ഇങ്ങോട്ട് കേറി വന്നേ. ഇന്ന് തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. എല്ലാരും കൂടെ ഇവിടെ ചോദിക്കുന്നതല്ല കാര്യം. ഞാൻ തന്നെ ഇന്ന് തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞില്ലേ? ഇത് കണ്ടോ 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 കണ്ടോ? ആ കണ്ടു. എന്ത്? ഈ പയ്യൻ ഇവിടുത്തെ പട്ടിയെ കടിച്ചു, അത്രയല്ലേ ഉള്ളൂ. അല്ല, ഇവിടുത്തെ പട്ടി ഈ പയ്യനെ കടിച്ചു, അത്രയല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂന്നോ? ഈ പയ്യൻ ഏതാണെന്ന് തനിക്കറിയാവോ? ഏതാ ഈ പയ്യൻ? ഇവൻ എന്റെ മകനാ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ദേ, നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പട്ടി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്നെ എന്തോരം കടിയാ ഈ പട്ടി കടിച്ചത്. ഞാൻ നിങ്ങളോട് ആരോടും പരാതി പറയാൻ വന്നില്ല, ഇല്ലല്ലോ. ഇനി എന്റെ ശരീരത്ത് അത് കടിക്കാൻ ഒരു സ്ഥലവും ഇല്ല, അറിയാവോ? ആണല്ലേ? അത് താൻ കിടക്കുമ്പോൾ തന്നെ ഭാര്യയുടെ കൂടെ കിടക്കണം, അല്ലാതെ പട്ടിയുടെ കൂടെ കിടന്നിട്ട് കാര്യമില്ല. പേടിപ്പിക്കാൻ ഞാൻ ചോദിക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കാം. എടോ ജോർജ് കുട്ടി, തന്നൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ച് കുറെ ദിവസമായിട്ട് ഞാൻ വാക്കോട്ടെ കിഴക്കോട്ടും മറക്കണമെന്ന് അറിയാം. ചോദിക്കാൻ എന്നാന്നോ? ഈ പട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്ന് തന്നോട് വന്ന് ചോദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് തന്നെ ചോദിക്കട്ടെ. ചോദിക്കാം അല്ലേ? ചോദിക്കണം. ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ പള്ളിയിലെ പെരുന്നാളാ. തന്റെ വക വല്ല പിരിവുണ്ടെങ്കിൽ കൈയോടെ തന്നാ കൊള്ളാം. എടോ ഇത് മേടിച്ച് എനിക്ക് തന്റെ അടുത്ത് വരാൻ പറ്റില്ല. ഈ പട്ടിയല്ലേ ഇവിടെ ഉള്ളത്? ഓണത്തിനാണോ പിരിവ് കച്ചവടം? നിന്റെ മകനാണോ പട്ടി അടിച്ചേ? അതെ. നീ അങ്ങോട്ട് ചോദിച്ചു. ചേട്ടാ ചോദിക്കേ. എന്റെ മകനെ കടിക്കുമ്പോ ഞാൻ ചോദിച്ചോളാം. എടോ, എന്റെ മകനെ തന്റെ പട്ടി കടിച്ചതില് എന്താ തന്റെ അഭിപ്രായം? എന്നാ? എന്റെ മകനെ തന്റെ പട്ടി കടിച്ചതിൽ എന്താണ് അഭിപ്രായം? കൊള്ളാം, നല്ല കടി. ഇതുപോലൊരു കടി ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്താ പോരെ? കണ്ടിട്ടില്ലേ? എന്നാ കണ്ടോ? കാണിക്ക്. ഇനി ഈ ഏരിയയിലെ ഏതെങ്കിലും പിള്ളേരെ തന്റെ പട്ടി കടിച്ചെന്നറിഞ്ഞ തല്ലിക്കൊല്ലും ഞാൻ. വളരെ ഉപകാരം. അങ്ങനെ തന്നെ ചെയ്യണം. അത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. പട്ടീനെ അല്ല, പിന്നെ തന്നെ.
കാണാം ആ കാണാം 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 ഒന്ന് പോരാ അവിടുന്ന്. ആ കാണാം അവൻ തല്ലിക്കൊല്ലും. കാണാം പിന്നെ വാ, ഇങ്ങോട്ട് വേടാ ദേ, കാണാം. പട്ടി കാരണം നീ പട്ടിയെ ഞാൻ എവിടെങ്കിലും കൊണ്ട് കളയും, അല്ല ഇതിനെ തല്ലിക്കൊല്ലും, ഉറപ്പാ. ആ, നീ എവിടെ പോന്നു? ദേ മനുഷ്യ, ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടെയെങ്കിലും പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോ എന്നോട് എവിടെ പോകണമെന്ന് ചോദിക്കരുതെന്ന്. ഞാനിപ്പോ ക്ലബിൽ പോകുന്നു, ഞാൻ നിങ്ങളെ പ്രത്യേകം പറഞ്ഞറിയിക്കണം. ഹാ, നീ എവിടെ പോവാണെന്ന് ചോദിച്ചേനാണോ നീ എന്നെ കൊല്ലാൻ വരുന്നത്? ആണോ? ഹോ, എന്റെ എടി, ഒരു ഭർത്താവിനൊരു ഭാര്യയോട് എവിടെ പോണെന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല ഇന്ത്യയിൽ. നിങ്ങൾ ഇവിടെ ഭാര്യയും ഭർത്താവോ കളിച്ചിരുന്നോ? ഈ കുടുംബത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നോക്കാറുണ്ടോ മനുഷ്യ? ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ അരിയില്ല, ഉപ്പില്ല, മുളക് പൊടി ഇല്ല, വെളിച്ചെണ്ണ ഇല്ല, പച്ചക്കറി ഇല്ല, ഒരു കുന്തോ ഇല്ല. ഇവിടെ ഒന്നും അന്വേഷിക്കാതെ ഇങ്ങനെ ഇരുന്നോ? എടി, നീ ഇന്ന് വരെ ഇല്ല എന്നല്ലാതെ എന്തെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അയ്യോ തമ്പുരാനെ, ഇനി മുതൽ എല്ലാം ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ അരി ഇല്ലായ്മയുണ്ട്, പച്ചക്കറി ഇല്ലായ്മയുണ്ട്, മുളക് പൊടിയും വെളിച്ചെണ്ണയും എല്ലാം ഇല്ലായ്മയുണ്ട്. മതിയോ? എല്ലാം ഉണ്ടാകും. ആദ്യം നിന്റെ ഐശ്വര്യമില്ലാത്ത പട്ടിയെ കൊണ്ടുകളാ. ആദ്യം ഇവിടെ എന്ന് വന്ന് കയറിയോ അന്ന് മുതൽ ഇവിടെ കഷ്ടകാലം. ദേ മനുഷ്യ, എന്റെ പട്ടിയെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ, പട്ടിയെ പറഞ്ഞ എന്ത് ചെയ്യും? തട്ടിക്കളയുന്നു ഞാൻ. ആ, എന്റെ മനുഷ്യ, നിങ്ങൾക്കറിയോ, ഈ വർഷത്തെ ക്ലബിന്റെ ഡോഗ് ഷോയിൽ ഞാൻ അവനെ പങ്കെടുപ്പിച്ച് 1 സമ്മാനം മേടിപ്പിക്കും. എന്റെ മുത്താണ് അവൻ. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ദേ മനുഷ്യ, നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ ഈ ക്ലബിനെ കുറ്റം പറയുന്നത്? ക്ലബിലെ കുറ്റം പറഞ്ഞ എന്ത് ചെയ്യും? ദേ, എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ ക്ലബിൽ നടക്കുന്നതെന്ന് അറിയോ? ദേ, ഇന്നലെ തന്നെ ഒരു അടിപൊളി മാജിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാ അടിപൊളി മാജിക്കായിരുന്നു. ഞങ്ങളുടെ എല്ലാം കണ്ണള്ളി പോയില്ലേ? അയാൾ ഒരു കത്തി എടുത്തിട്ട് അത് ഇന്ന് ചില്ലറ പൈസ വരുത്തി. ഓ, ഇതൊന്നും വലിയ മാജിക് ഒന്നും അല്ലെന്നേ. അല്ലേ? ഇതിനൊക്കെ വലിയ മാജിക് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളോ? ഞാൻ അറിയാതെയോ? എടി, അയാൾ കത്തിന്നാണോ ചില്ലറ പൈസ എടുത്തത്? ആ, ഞാനേ ബ്ലേഡിന്ന് 10,000 രൂപ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും പലിശ അടച്ചോണ്ടിരിക്കുക. അത് നിനക്കറിയാവോ? ദേ മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ അല്ലേ പറ്റത്തുള്ളൂ. ആ, എനിക്കറിയാവുന്ന മാജിക്കാ ഞാൻ ഈ കാണിച്ചത്. ആ, ഒരു വലിയ മാജിക്കാരൻ. എനിക്കെങ്ങാനും മാജിക് അറിയാറുന്നെങ്കിൽ ഉണ്ടല്ലോ, അറിയായിരുന്നെങ്കിൽ നിങ്ങളെ ഞാനൊരു കൊരങ്ങാക്കിയേനെ. അത്രേ ഉള്ളൂ. എടി, എനിക്കെങ്ങാണം മാജിക്ക് അറിയായിരുന്നെങ്കിലേ നിന്നെ ഞാൻ ആദ്യം ഒരു മനുഷ്യ സ്ത്രീ ആക്കിയേനെ. കണ്ടോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈയിടെയായിട്ട് എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്നെ നേരത്തെ പോലെ ഒന്ന് നോക്ക് പോലും നിങ്ങൾ ചെയ്യാറുണ്ടോ? പറയുന്ന മനസ്സിലായി. പിണങ്ങല്ലേ? പിണങ്ങാതെ ഇല്ല. ഇങ്ങോട്ട് നോക്കി. നമ്മുടെ 10ാമത് വിവാഹ വാർഷികമാണ് നാളെ. അപ്പൊ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? ആണോ? അപ്പൊ 10ാമത് വിവാഹ വാർഷികമായിട്ട് ചേട്ടൻ എന്നെ നാളെ എവിടെ കൊണ്ടുപോകും? നാളെ ഊട്ടിക്കുണ്ടോ? ഊട്ടിയിൽ ഞാൻ ദൂരെ പോയിട്ടേ ഇല്ല, ചക്കര. അപ്പൊ 25ാമത്തെ വിവാഹ വാർഷികത്തിന് ചേട്ടൻ എന്നെ എവിടെ കൊണ്ടുപോകും? അന്ന് വന്ന് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ അതുവരെ ഞാൻ അവിടെ എനിക്ക് ഇച്ചിരി സ്വസ്ഥത കിട്ടട്ടെ. ആഹാ, നിങ്ങൾ എന്നോട് മിണ്ടണ്ട, കൂട്ടി വെട്ടി. ഞാൻ ഇനി ഊട്ടിക്ക് വന്നില്ല. വരണ്ട. ദേ, എന്തൊക്കെയായാലും നിനക്ക് ഞാനൊരു സമ്മാനം തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട. ദേ, അങ്ങനെ പറയല്ല. അവിടെ ഇരുന്നേ പറയട്ടെ. ഒന്നുകിൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം, അല്ലെങ്കിൽ പട്ട് സാരി വാങ്ങിക്കാം. ഇതിലേത് വേണമെന്ന് നീ തീരുമാനിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ പോവാം. ആ, അത് മതി. അവിടെ നല്ല പട്ടുസാരിയൊക്കെ കിട്ടും. ആ, ഈ ജോർജ് കുട്ടിയുടെ കാര്യം ഇവൻ ഇങ്ങനെ നോട്ടിയാവാൻ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യൂലേ ചേട്ടാ? ഇവിടെ ഒരു നോട്ടി ബോയുടെ കാര്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ നോട്ടി ബോയ് ഉണ്ടല്ലോ, നാട്ടുകാർ നോട്ട് ചെയ്യുന്നുണ്ടേ. ഇന്ന് ഇവിടെ നോട്ടി വേണ്ട. ഇന്നത്തെ ഞാൻ പറഞ്ഞേക്കാം. നീ ക്ലബിൽ പോയിട്ട് വരുന്നതിന് മുമ്പേ ഒന്നുകിൽ ഞാൻ എന്നെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഇതിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയും. നിങ്ങൾ കൊറേ കളയും. ആ, ജോർജ് കുട്ടി ചേട്ടോ, എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം, ഇങ്ങനെ പോകുന്നു. അല്ല, ചേട്ടൻ ഇന്നലെ ഒരു ചാക്കിട്ടോട്ട് ആ കവലക്കൂടെ സൈക്കിളെ പോകുന്നുണ്ടല്ലോ. കവലക്കൂടെ സൈക്കിളെ ചാക്കിട്ടോട്ട് പോകുന്നുണ്ടല്ലോ. അതൊന്നും പറയണ്ടാവേ. ഇവിടെ ഒരു പട്ടി, ഒരു നശിച്ച സാധനം, അതിനെ കൊണ്ട് കളയാൻ വേണ്ടി പോയതാ. എന്നിട്ട് കളയാൻ പറ്റിയില്ലേ? കളയാൻ പറ്റിയെന്നോ? എടാ, ഞാൻ അതിന് 25ാമത്തെ തവണ അതിനെ കൊണ്ട് കളയുന്നത്. ഞാൻ കൊണ്ട് കളയും, തിരിച്ചു വരുമ്പം ആ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. അത് ഇവിടുന്ന് പോകത്തില്ല, വിട്ടു മാറത്തില്ല, നാശം. ഓ, അത് ശരി. അത് പോട്ടെ, ചേട്ടന്റെ പട്ടിയുടെ പേരെന്താ? ജോർജ് കുട്ടി. ചേട്ടന്റെ പേരല്ലേ ചോദിച്ചത്, പട്ടിയുടെ പേരെന്താന്ന് ചോദിച്ചത്? എന്റെ പേരും പട്ടിയുടെ പേരും ഒന്നുമല്ല. അത് ശരി. അത് ഇങ്ങനെ സംഭവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കാണത്തില്ലേ? അതെ, ഒരു ദിവസം ഇവിടെ പട്ടിയായിട്ട് ഇവിടെ കയറി വന്നു. പട്ടിയായിട്ട് വന്നു. അപ്പൊ എനിക്കതങ്ങോട്ട് സൂചിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പട്ടിയെ കൊണ്ട് കളയണമെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു കളയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ പട്ടിയെ കൊണ്ട് കളയുന്നു പറഞ്ഞു. അപ്പോ അവളങ്ങ് കട്ടായം പറയാ താൻ ഈ പട്ടിയെ കളയത്താണോ? ഞാൻ പറഞ്ഞു, ദേ, ഞാൻ ഇതിനെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് കളയാൻ പറ്റിയില്ല. അന്ന് മുതൽ എന്റെ പേര് ആ പട്ടിക്ക് വന്നിരിക്കുന്നു. അല്ല, ചെറിയൊരു സംശയം, ചേട്ടനെയാണോ പട്ടിയാണോ വിളിക്കുന്നത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതൊക്കെ പെട്ടെന്ന് അറിയാം. എങ്ങനെ അറിയാൻ പറ്റും? ജോർജ് കുട്ടി മോനെ എന്ന് വിളിക്കുമ്പോ പട്ടി, ജോർജ് കുട്ടി എന്ന് വിളിച്ചാൽ ഞാൻ.
ചേട്ടൻ ഒരു കാര്യം ചെയ്യും. ചേട്ടൻ ആരും കാണാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് ഇതിനെ കളയാവോ? പിന്നെ ആരും കാണാത്ത സ്ഥലം പിന്നെ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ആദ്യം ഞാൻ പറയുന്ന ചേട്ടൻ ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് ചേട്ടന്റെ ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ചെല്ലും. ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് ബസ് കയറി കണിയാങ്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കണിയാങ്കുന്ന് അവിടെ പോയി ഇറങ്ങുക. അവിടുന്ന് ചേട്ടൻ മറ്റൊരു ബസ്സിൽ കയറി കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇറങ്ങുക. കുന്നുംപുറം. അവിടുന്ന് ചേട്ടൻ 1/2 കിലോമീറ്റർ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇടത്തോട്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റം കാണാം. അങ്ങോട്ട് പോയി ഇടത്തോട്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റം കാണാം. ചേട്ടൻ ആ കയറ്റം കയറി അങ്ങ് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരിറക്കം. പിന്നെ ഇറക്കമുണ്ട്. ആ ഇറക്കം ഇറങ്ങി അങ്ങ് താഴെ ചെന്ന് കഴിയുമ്പോൾ ദൂരെ ഒരു പള്ളി ഇരിക്കുന്ന കാണാം. ആ പള്ളിയുടെ സൈഡിൽ കൂടെ ചേട്ടൻ നേരെ അങ്ങോട്ട് ചെന്നിട്ട് വീണ്ടും ഇടത്തോട്ട് 1/2 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കാട് കാണാം. നേരെ ഈ കാട്ടിൽ കൊണ്ടുവന്നിട്ട് ചേട്ടൻ ഈ പട്ടി അങ്ങ് വിട്ടാൽ മതി. പിന്നെ ഒരു കാര്യം, പട്ടിയെ വിടുന്നതിന് മുമ്പ് ചേട്ടൻ ഈ ചാക്കുകെട്ട് സഹിതം ഒന്ന് കറങ്ങിയേക്കണം. ഒന്ന് കറങ്ങണം. അപ്പൊ കറങ്ങി കഴിഞ്ഞ പിന്നെ ഈ പട്ടി തിരിച്ചു വരത്തില്ല. പ്രശ്നമേ ഇല്ല. എന്നാ നീ നോക്കിക്കോ, ഇന്ന് ഞാൻ ഈ പട്ടിയെ കൊണ്ട് കളയും. അത് ഉറപ്പാണല്ലോ? ഉറപ്പാ. ഓക്കെ. മോനെ ജോർജ് കുട്ടി, ഈ ബിസ്ക്കറ്റ് അങ്ങോട്ട് കഴിക്കടാ. എന്തു പിണക്കടി നിനക്ക്? ഈ കൊച്ചിന് നിസ്സാര കാര്യം മതി നീ ഒന്നും കഴിക്കാതിരിക്കാൻ. 2 ദിവസമായിട്ട് എന്റെ കൊച്ചൊന്നും കഴിച്ചിട്ടില്ല. ദേ ജോർജ് കുട്ടി, നീ നോക്കിക്കോ, നീ ഒന്നും കഴിച്ചില്ലെങ്കിൽ മമ്മി ഒന്നും കഴിക്കില്ല. മമ്മി നിന്നോട് പിണങ്ങും. കേട്ടോ, മമ്മി കഴിക്കത്തില്ലെന്ന്. മമ്മി കഴിച്ചില്ല, ഡാഡിയും കഴിക്കത്തില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം. എടാ, ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ വല്ല കഴിക്കണ്ട ജോർജ് കുട്ടി. വല്ല വയറ്റിൽ വല്ല അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പൊക്കിക്കൊണ്ട് പോകാൻ തന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കും. ജോർജ് കുട്ടി ചേട്ടോ? ആഹാ, നീയോ? അതെ, ഞാൻ തന്നെ. ചേട്ടാ, നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം ഈ പട്ടിയെ കളയാൻ കൊണ്ടുപോയത്? നിങ്ങള്. നീ മിണ്ടിപ്പോരുത് കേട്ടാ. ഇവനാണ് നമ്മുടെ പട്ടിയെ കൊണ്ട് കളയാൻ വേണ്ടി റൂട്ട് പറഞ്ഞു തന്നെ. ആഹാ, ഇവനാണല്ലേ. നിന്നെ അല്ലെങ്കിലും ഞാൻ കാണാനിരിക്കായിരുന്നു. എടാ മനോജെ, നിനക്ക് എങ്ങനെ തോന്നിടാ എന്റെ ഈ പുന്നാര കട്ടിനെ കൊണ്ടുവന്ന് കളയാൻ പറയാൻ? നിന്നെ ഞാൻ ഉണ്ടല്ല നിനക്കട്ടിയാ വെച്ചാ. എന്റെ പൊന്നി ചേച്ചി, ഞാൻ ചേട്ടൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലേ? ചേട്ടൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞല്ലേ? ഞാൻ രക്ഷപ്പെടാൻ പറഞ്ഞത്. എടാ, നീ പറഞ്ഞു തന്ന റൂട്ടിൽ ഈ പട്ടിയെ കൊണ്ട് കളഞ്ഞിട്ടേ അവസാനം ഞാൻ റൂട്ട് വെച്ചിട്ട് ഈ പട്ടിയുടെ പുറകെ വന്നോണ്ടാ ഞാൻ എന്റെ വീട്ടിൽ വന്നത്. അറിയാവോ? മനുഷ്യ, നിങ്ങൾക്ക് ഇതല്ല ഇതിലപ്പുറം വരണം. നിങ്ങൾ വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ജോർജ് കുട്ടി ഒരിക്കലും വന്ന വഴി മറക്കത്തില്ല മനുഷ്യ. എന്നാലേ ഈ ജോർജ് കുട്ടി ഉള്ളത്രയും കാലം നിന്റെ ഈ ജോർജ് കുട്ടിക്കും റൂട്ട് തെറ്റത്തില്ല. ഓക്കെ.